മോളെ സുഖാണോടി? ആരാടി? മോളാ, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? കുഞ്ഞെന്തേടി? അടുത്ത ദിവസം പപ്പിയുടെ കല്യാണമാ. എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും കൊടുക്കണം. പിന്നെ സാരിയും മേടിക്കണം. സാരി. ഹലോ കുഞ്ഞുവളാടി, ഇത് ഞാനാടി, നിന്റെ വലിയ മാമനാ. അവളെന്തിയേ? കുഞ്ഞെന്തിയേ? കൊടുക്കടി മോളെ ചക്കരേ. ആഹാ മാടക്കുട്ടി, ഉമ്മതാ ഉമ്മ 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 ഉമ്മ. അയ്യോ കട്ടായി, ഉമ്മ കട്ടായി. അവളിനെയും വിളിക്കും. അതെ, ഫോണിലൂടെ ഇങ്ങനെ അധിക നേരം സംസാരിക്കുന്നത് ശരിയല്ല. അതെന്താ? എന്തെന്നോ, റേഡിയേഷൻ. ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാ. പിന്നെ അവള് വിളിക്കുമ്പോ റേഡിയേഷനാന്നും പറഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുമോ? ആര് വിളിച്ചാലും ശരി, അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങ് കട്ട് ചെയ്യുക. അങ്ങനെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ നിസാരമായി കാണുന്നതാണ് ആധുനിക ജീവിതത്തിന്റെ ദുരന്തം. ഇപ്പൊ തന്നെ 18 വയസ്സ് പ്രായമാകാത്ത പെൺകുട്ടികൾ വരെ ഈ സാധനം കാതിൽ കുത്തിക്കയറ്റി മാടപ്രാവനെ പോലെ കുണുങ്ങി കുണുങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇടി വഴിതെറ്റാനത് പോരെ. പണ്ടൊക്കെ എഴുത്തുകളായിരുന്നു. വേണ്ടപ്പെട്ടവല്ലേ എഴുത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതിന്റെ ഒരു തീവ്രത വല്ലാത്ത ഒന്നാണേ സൗദാമിനി. പണ്ട് ഞാൻ നിനക്ക് അയച്ചു തരുന്ന പ്രേമലേഖനങ്ങൾ വായിക്കാൻ വേണ്ടി വേലിക്കരികിൽ കാത്തു നിന്നതും നാണിച്ച് തല കൊമ്പിട്ട് നിൽക്കുന്നതും ഒക്കെ കാണാനായിട്ട് ഞാൻ മോളെ അമ്മയാടി. അച്ഛനോ? വേണ്ട 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 വേണ്ട, എനിക്ക് ഈ കുന്ത്രാട്ടത്തിൽ സംസാരിക്കേണ്ട. ലാൻഡ് ഫോണിൽ വിളിക്കാൻ പറ. മോളെ നീ ലാൻഡ് ഫോണിൽ വിളിക്കുവോ? പൈസ അധികം ആവുമോ? എന്നാ വേണ്ട. മോളെ നീ വരുമ്പോഴേ പപ്പിക്ക് വേണ്ടി ഒരു സാധനം മറക്കല്ലേ. എന്നാ ശരി, ഓക്കെ. എന്താളിയാ വായുവിന്റെ അസുഖം വല്ലതുണ്ടോ? അങ്ങ് ബോംബെയിലിരിക്കുന്ന കൊച്ചു പെണ്ണിന്റെ വിവരം പോലും എവക്കില്ല. അവസാനം മറ്റേ ആ നീണ്ട ബില്ല് വരുമ്പോ അറിയും. കത്തുകൾ അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. എടി സൗദി, എനിക്കൊരു സംശയം. എന്ത് സംശയ ചേട്ടാ? അല്ല ഒന്നുമില്ല, എങ്കിലും അളിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. എന്ത് പ്രശ്നം? അല്ല, ചില സമയങ്ങളിൽ അളിയന്റെ സ്വഭാവത്തിൽ ചില ചില്ലറ വ്യത്യാസങ്ങളില്ലേ എന്നൊരു സംശയം. അതുകൊണ്ട് അല്ല, നമുക്ക് വെറുതെ ചുമ്മാ അളിയനെ കൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? വെറുതെ. ചേട്ടാ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂടുതൽ വൃത്തിയേടാകും. ചേട്ടാ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. വേണ്ട, അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. അളിയൻ നല്ല ക്ലിയർ അല്ലേ? കൊള്ളാം. അതെ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? മതിയോ? ചോറ് വിളമ്പി വാ. ശരി, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇന്നിനി ആലോചിക്കൊന്നും വേണ്ട, വന്നേ വാ ചോറുണ്ണ. എന്റെ സൽഗുവേട്ടാ, എന്തിനാ ഇന്നെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നുകൂടെ? ഒന്ന് ചിരിക്കേ. എന്തിനാ ഇങ്ങനെ മുഖം കടന്നല് കുത്തിയ പോലെ വെച്ചോണ്ടിരിക്കുന്നത്? വാ വാ. കുറച്ചും കൂടെ ഇരട്ടാ ചേട്ടാ. വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇതെന്തു പറ്റി ചേട്ടാ? എന്ത് പറ്റിയാ സൽഗുണേട്ടാ? എന്തു പറ്റിയെന്ന്? മഹാബലി തമ്പുരാൻ എല്ലാവരും സസുഖം സമത്വം വാഴണമെന്ന് ആഗ്രഹിച്ച എന്റെ പൊന്നു തമ്പുരാൻ ഒടുവിൽ ആ മഹാമനസ്കനെ ചവിട്ടി താഴ്ത്തി. ഇന്നിപ്പോ നാട്ടിക്കണ്ട കുടവയറന്മാരെയൊക്കെ പിടിച്ച് മീശയും വെച്ച് മാവിയിൽ നിന്നും പറഞ്ഞിറക്കിയിരിക്കുക.
എൻ്റെ മാവേലി തമ്പുരാനെ, ഇവരോട് പൊറുക്കേണമേ തമ്പുരാനെ.